വെൽക്കം ടു ലിഷാസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പഴനിയിലാണ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെമ്പിൾ വിസിറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക് വിടും. അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളത് അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജനിച്ചൊന്നും എണീറ്റിട്ടില്ല, ഞാനും പപ്പി മാത്രമേ എണീറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി അതൊക്കെ അമ്പലത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ പഴനി ടെമ്പിൾ എൻട്രൻസ്. നമുക്ക് ഇവിടുന്ന് കയറി തുടങ്ങാം. പിന്നെ കേബിൾ കാർസ് അവൈലബിൾ ആണ്. അത് നമ്മൾ അവിടേക്ക് പോകണില്ല. അവിടേക്ക് ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന്. നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. എല്ലാവരും ഇവിടെ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വേണം ടെമ്പിളിലേക്ക് പോകാൻ. ഇവിടെ ഉണ്ട് അടിവാരം പോലീസ് സ്റ്റേഷൻ പളനി. ഫോൺ കൊടുക്കാൻ സമയമായി. നമുക്ക് ഫോൺ കൊടുത്തിട്ട് ഇനി മല കയറാൻ വേണ്ടി പോവാം. അപ്പോൾ ഇവിടെ ക്യൂ ഉണ്ട്. നമുക്ക് അപ്പോൾ നമ്മൾ മൊബൈൽ കിട്ടിയപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയ വിശേഷങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ പല ആൾക്കാരുണ്ട്, പല പല നേർച്ചകളാന്ന് തോന്നുന്നു. കാവടി പോലെ കൊണ്ടുപോകണു, ശൂലം കൊണ്ടുപോകണു, തലയിൽ കുടം വെച്ച് കൊണ്ടുപോകണു. പിന്നെ കണ്ട ഒരു പ്രത്യേക സംഭവം എന്ന് വെച്ചാൽ 700 പടിയുടെ മുകളിലുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കയറാൻ. പിന്നെ സൈഡ് കൂടെ പോകുമ്പോൾ കുറച്ചുകൂടി സ്ലോവിൽ പോകാം, അതായത് ഒന്ന് നിന്നിട്ടൊക്കെ പോകാൻ പറ്റും. സമതലം കൂടുതലാണ്, അതൊരു ഷാർപ്പ് കയറ്റാണ് മുകളിൽ. അപ്പോൾ ഈ കയറുന്ന സംഭവങ്ങളുടെ സമയത്ത് സംഭവം കണ്ടു കുറേ ആൾക്കാർ ഈ പടിയുടെ മുകളിൽ വെള്ളം ഒഴിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ചന്ദനം തൊടണം, അതൊരു നേർച്ചയാൻ തോന്നും. പിന്നെ പൂവിടുന്നു, അതിങ്ങനെ കുനിഞ്ഞ് അറ്റം വരെ വെള്ളം ഒഴിക്കുക, ചന്ദനം തൊടുക, പൊട്ട് തൊടുക, അങ്ങനെ പരിപാടികൾ. പിന്നെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ദേവികളും ദേവന്മാരും ഉണ്ടെന്ന് തോന്നുന്നു. അവർ മന്ത്രം ജപിച്ചിട്ട് ചരട് കെട്ടി കൊടുക്കുന്നുണ്ട്, ഭസ്മം തേക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി സംഭവമായിരുന്നു. പിന്നെന്താ പിന്നെ മോളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഒരു 7:30 ഉണ്ടാവും. കംപ്ലീറ്റ് നല്ല അടിപൊളി വ്യൂ ആണ്. അത്യാവശ്യം തണുപ്പുണ്ട്, മഞ്ഞ് കയറിയിട്ടുണ്ട്, കുറേ നെൽപ്പാടങ്ങൾ, അങ്ങനത്തെ മയിലുകൾ ഇഷ്ടപ്രകാരമുണ്ട്. ഒക്കെ വിരിഞ്ഞ് മയിൽപ്പീലി വിടർത്തി നിൽക്കുന്നുണ്ട്. കുറണം ചോദിച്ച റോഡ് വേയിൽ ഒരാൾക്ക് 50 രൂപയാണ്. നല്ല അടിപൊളി സംഭവമാണ്. 5 മിനിറ്റ് കൊണ്ട് മുകളിൽ നിന്ന് അടിവരെത്തി. എന്നിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട്. വേണമെങ്കിൽ പടി കയറാണ്ട് റോപ്പ് വേയിൽ പോവാം. അങ്ങനെ ചെയ്യാം. പടി കയറാണ്ട് റോപ്പ് വേയിൽ പോവാം. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് റോപ്പ് വേയിൽ വന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ആൾക്കാരുടെ പറ്റി തിരക്ക് കൂടി തുടങ്ങി. നമ്മൾ മെല്ലെ ഇവിടുന്ന് സ്കൂട്ടാവാണ്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അവർ എനിക്കുണ്ടോയെന്ന് അറിയില്ല, ഞാനും ജെന്നിഫറും മാത്രമേ വന്നിട്ടുള്ളൂ. അവരെല്ലാവരും കിടന്നു തുടങ്ങിയാണ്. ഇനി അവിടെ പോയിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ പളനിന്ന് യാത്ര തിരിച്ചു. നമ്മൾ അവിടെ നിന്ന് ഒരു ദോശയൊക്കെ കഴിച്ചു. ദോശയെ കൂടുതൽ കിട്ടുള്ള ദോശ കിട്ടി. അപ്പൊ ഇനി നമ്മൾ സ്ട്രേറ്റ് പോകുന്നത് കൊടൈക്കനാലാണ്. 2 മണിക്കൂറാണ് ഡ്രൈവ് ഉള്ളത്. 2 സൈഡിലും പുളിമരങ്ങളാണ്. വാളംപുളി പുളി നിൽക്കണേണ്ട. പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ. ഇങ്ങനെ പോണ വഴികൾ തന്നെ എന്ത് രസമായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. നമ്മള് വണ്ടി നിർത്തി മാങ്ങ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ആദ്യം ടേസ്റ്റ് നാടൻ വെളുത്തുള്ളി ഉണ്ടോ? നാടൻ വെളുത്തുള്ളി കേടായതാ. അപ്പോൾ ഗൈസ് നമ്മൾ കൊടൈക്കനാലിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഇ പാസ് കാണിച്ചു കൊടുത്തു. ഇ പാസ് ഒന്നും നോക്കണില്ല, 100 രൂപ കൊടുത്താൽ മതി, നമുക്ക് കയറാൻ പറ്റും. അപ്പം നമ്മൾ എൻട്രി ആയിരിക്കുകയാണ്. ഈ ലേക്കാണ് നമ്മൾ കണ്ടിരുന്നത് മലയാളം മോള്. വളവ് കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കും.
ഇവിടെയാണ് കേട്ടോ ഈ പാസ് ചെക്ക് ചെയ്യണം. നമ്മൾ വിചാരിച്ചു മറ്റേ നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റിലാണ്, പക്ഷെ ഇവിടെയാണ് ഈ പാസ് ചെക്ക് ചെയ്യുന്നത്. അവര് സ്കാൻ ചെയ്യും, അതിനുശേഷം തുറന്നു വിടും. ഇതാണ് ശരിക്കും നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നത്. കൊരങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം ചെറുതിന്. ടൂറ് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. സിൽവർ കാസറ്റ് അങ്ങനെ എന്താണ് ഇതിന്റെ പേര്, സിൽവർ കാസ്കേഡ്. അപ്പൊ അതിന്റെ അടുത്തായിട്ട് ഫുള്ള് ഷോപ്പുകളാണ്, ഫുഡിന്റെയും സംഭവങ്ങളുടെയും. പിന്നെ കുറെ കുരങ്ങന്മാരും എല്ലാം ഉണ്ട്. ഇവിടുന്ന് കോൺ മേടിക്കുക, കുരങ്ങന്മാരെടുത്ത് കൊണ്ടുപോകുക, അതാണ് ഇവിടെ മെയിൻ സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടം കാണാം. പിന്നെ അതേപോലെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരു തമിഴത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ, ഇള്ള മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. കഴിച്ചില്ല. നമ്മളിനി നേരെ ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. നമ്മള് ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഹോട്ടല് വരുന്നത്. ഒന്നും കാണാനില്ല, അത്രയധികം സമയം 1 മണിക്കാണ് ഈ കോട. അപ്പൊ നമ്മുടെ ഹോട്ടൽ എത്തിയിട്ടുണ്ട്. RR ഹോളിഡേയ്സ് എന്നാണ് പേര്. നമുക്ക് സർവീസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫുൾ കോടയാണ് ഗൈസ്, കോട. അപ്പൊ ഗൈസ് നമ്മള് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇവിടെ ഒരാള് ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇരുന്ന് വരയ്ക്കുകയാണ്. ആൾക്കാർ എന്ത് വിചാരിക്കും? ആരംഭിക്കലാമാ. എങ്ങനെയുണ്ട് അൽഫാം? എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഐസ്ക്രീമിന് ഇങ്ങനെ ഊറിടും, ഒരാൾക്ക് ചേർക്കാൻ പറ്റില്ല. നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. മാമിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ല. രണ്ടുപേരും ഒരുമിച്ച് ചവിട്ടണട്ടാ. ഇതിന്റെ ചുറ്റും 6 കിലോമീറ്റർ ഉണ്ട്. 1/2 മണിക്കൂറിന് 150 രൂപയാണ് ഈ ഡബിൾ സൈക്കിള്. ഡുണ്ടിയുടെ ചെറിയ സൈക്കിളും പെണ്ണുങ്ങളുടെ ലേഡി ബേർഡ് സൈക്കിളും 50 രൂപ. അപ്പോൾ അങ്ങനെ ചുറ്റും നമുക്ക് ചവിട്ടാം. 1/2 മണിക്കൂറിൽ 6 കിലോമീറ്റർ ചവിട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ചുറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര വരെ പോകുന്ന നോക്കാം. നമുക്കിങ്ങനെ ലേക്ക് വ്യൂ ആസ്വദിച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചവിട്ടി പോവാം. ഇത് ആക്ച്വലി നൈസാണ് കേട്ടോ. നല്ല കാറ്റും വീണേ ഞാൻ അവിടെ കിടക്കും.
അമ്പാനെ നോക്കിക്കണ്ട് ചെയ്യണ്ടേ? ശ്രദ്ധിക്കാൻ പാടി. ഷലായി ലോക്കായി തോന്നൂ. അടുത്ത പപ്പയുടെ ഊഴമാണ്. 10 ഷോട്ട്സിന് 100 രൂപയാണ്. അപ്പൊ ഇവിടെ ബോട്ട് സർവീസസ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്, റോയിങ് ബോട്ട് ഉണ്ട്. അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഒക്കെ ഉണ്ട്. പക്ഷേ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാളെ രാവിലെ നേരത്തെ വന്നിട്ട് നമുക്ക് പോവാന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രയന്റ് പാർക്കിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ ബ്രയന്റ് പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്ലവർ ഷോ, നമ്മുടെ ഗ്ലോബൽ വില്ലേജ് പോലെ ഏതാണ്ട് സെറ്റപ്പാണ്. യെസ്. അപ്പോൾ അവിടെ അഡൾട്ടിന്റെ ടിക്കറ്റ് വരുന്നത് 30 രൂപയും പിന്നെ ചിൽഡ്രൻ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 15 രൂപയാണ്. ജെനിഫർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് നല്ല തിരക്കാട്ടോ അവിടെ എല്ലായിടത്തും. കടകളും പാർക്കിംഗ് കിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് പപ്പ പാർക്കിംഗ് തപ്പി നടന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അപ്പൊ അത്രയും തിരക്കാണ്. സീസണും കൂടെ ഇല്ല. അത് ഒരാള് പറയുന്ന വീഡിയോ എടുക്കൽ മാത്രമല്ല കാണണം എന്ന് പറയണേ. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടുകാരോടെ പരിചയപ്പെട്ടോ. നടന്നു കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചത്. കോക്കോസ് വാക്കൂ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ഒന്നും നോക്കാല്ല. കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നെക്സ്റ്റ് സ്പോട്ട് കോക്കേഴ്സ് വാക്ക്. അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ കോക്കേഴ്സ് വാക്ക് തന്നെ വേണം. നല്ല വ്യൂ ആണ്. പിന്നെ അതുപോലെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഫോട്ടോസിന് പറ്റിയ സ്ഥലം കൂടിയാണ്. 20 രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക്, ഫ്രീ അല്ല കേട്ടോ. 5 രൂപ നമുക്ക് ഇതുപോലെ ബൈനോക്കുലർ നോക്കാം. ഒരു ചേർച്ചാണ് കോക്കേഴ്സ് സ്പോട്ടിന്റെ. തൊട്ടടുത്താണ് പള്ളി, പക്ഷേ പള്ളി തുറന്നിട്ടില്ല. പുറത്തുനിന്ന് കാണാൻ അടിപൊളി വ്യൂ ആണ്. ഫുള്ള് മറ്റേ കല്ലൊക്കെ വെച്ചിട്ട്. അപ്പൊ 5 മണി വരെ സമയമുള്ളൂ. 5 മണി കഴിഞ്ഞാൽ പള്ളി ക്ലോസ്. പള്ളി അടച്ചു. പക്ഷെ നമ്മളിവിടെ വന്നുകൊണ്ട് ആള് പറഞ്ഞു തുറന്നു തരാം, പ്രാർത്ഥിക്കാനാണെങ്കിൽ തുറന്നു തരാന്ന് പറഞ്ഞു. സോ നമ്മൾ ഉള്ളി കയറാൻ പോവാണ് പള്ളിയില്. ഇതാണ് നമ്മുടെ അണ്ണ, ഇവിടുത്തെ ആളാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞപ്പോൾ തുറന്നൊക്കെ തന്നു. അപ്പോൾ താങ്ക് യു. അപ്പൊ നമ്മളിത് ഹോട്ടലിലേക്ക് പോണ വഴിയിലുള്ള വ്യൂ ആണ്. കൊടൈക്കനാൽ സിറ്റി. വാവ്. ഹോട്ടൽ നൈറ്റ് വ്യൂ. അപ്പൊ ഗൈസ് നമ്മൾ ഹോട്ടലെത്തി. ചെറിയൊരു കുക്കിംഗ് പരിപാടിയാണ്. എല്ലാവരും സ്വെറ്റർ ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എല്ലാം റെഡി ആക്കിയിട്ട് വേണം നമ്മൾ പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാൻ. എല്ലാം അപ്പൊ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മാഗി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് സബോള, എണ്ണ ഒഴിച്ചു, സവോള ഇട്ടു, ക്യാപ്സിക്കം. നമ്മൾ യെസ് അത് റെഡി ആവുന്നതോടുകൂടി നമുക്ക് മുട്ട കലക്കാം. സബോള
കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് മാഗിയിലെ മസാല ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. So there we go with the egg. മതിയുടെ സൂപ്പ് പോണ നമ്മുടെ മാഗി സെറ്റ് ആയിട്ടുണ്ട്. അവൾക്ക് മാഗി ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. സെറ്റ് ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇടയിൽ കൂടെ നമ്മുടെ ഷെഫ് തീറ്റ തുടങ്ങി. ടേസ്റ്റ് നോക്കായിരിക്കൂലേ? പുതിയ പ്ലേറ്റിലേക്ക് ഇടാണ്. നെക്സ്റ്റ് മുട്ട പൊരിക്കൽ ചടങ്ങാണ്. മുട്ട എല്ലാം കുത്തിപ്പൊരില്ലേ? ആ ഒത്തച്ച മുട്ട ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാഗി മെല്ലെ തട്ടി തുടങ്ങാം. നിമിഷ നേരം കൊണ്ടാവും. നമ്മുടെ മുട്ട അയച്ചിട്ടുണ്ട്. കൂടുതൽ പതി നല്ല ഫില്ലിംഗ് ഫുഡാണ്. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫുൾ ഡേ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ അതിൻ്റെ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്തത് ഞാനും ഉറങ്ങാൻ പോകും. എല്ലാവരും ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ നാളെ കാണാട്ടോ നീ. ഓക്കെ ബൈ.